ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റ് മീഡിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി വാക്കിംഗ് റോബോട്ടാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ ഈ കാർബോർഡ് ബോഡി മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ കാർബോർഡിൻ്റെ. അപ്പോൾ മോട്ടറും ഒക്കെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണം കഴിഞ്ഞ കമൻറ്റിൽ ഒരു ബ്രോ പറഞ്ഞിരുന്നു ഒരു വാക്കിംഗ് റോബോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. പിന്നെ ഈ ഡ്രോണൊന്നും ഇടരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തരുത്. അപ്പം മാക്സിമം ഒന്ന് 2 ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ വാക്കിംഗ് റോബോട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു കാർബോർഡിൻ്റെ ഒരു പെട്ടി എടുക്കുക. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചെറുതുമല്ല വലുതുമല്ല അങ്ങനത്തെ ഒരു സൈസിലുള്ള ഒരു പെട്ടിയാണ്. വലിയ വലിപ്പമൊന്നുമില്ല എന്നാലും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നിവർത്തുക. അപ്പോൾ നമ്മൾ നിവർത്തിയെടുത്തതിന് ശേഷം നമ്മൾ 4 കഷ്ണങ്ങളായിട്ട് അത് എടുക്കുക. അപ്പോൾ അതിലിപ്പോൾ 4 മടക്കായിട്ട് അവർ ഉണ്ടാവില്ല. അതിപ്പോൾ നമുക്ക് 4 മടക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ 4 കഷ്ണം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ പ്രൊട്ടക്ടർ എടുക്കുക. അപ്പോൾ പ്രൊട്ടക്ടർ എടുത്തിട്ട് അതിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് 3 ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ 4 ഭാഗം 7.5 സെൻറ്റിമീറ്റർ ആണുള്ളത്. 4 ഭാഗമല്ല 3 ഭാഗമാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടണം. ഇതേപോലെ നമ്മൾ 4 കാർഡ്ബോർഡ് ഷീറ്റും ആക്കിയെടുക്കണം. ഇപ്പം ഞാൻ 4 കാർഡ്ബോർഡ് ഷീറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തം. അപ്പം ഇതിൽ നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നമ്മൾ നമ്മുടെ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ അളവിൽ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വേണം. ഇപ്പം നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ അളവെന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ 6 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കൊടക്കമ്പീൻ്റെ കുറച്ച് കഷ്ണം അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്കിൻ്റെയോ അങ്ങനെ വലിയ ഏതെങ്കിലും സ്റ്റിക്കിൻ്റെ ഏതായാലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും വേണം. പിന്നെ അടുത്തായിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് 4.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് 6 പീസാണ് വേണ്ടത്. അപ്പോൾ ഒരേ അളവിലുള്ള 6 പീസ് വേണം. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ നമ്മുടെ ഈ റോബോട്ട് കറക്റ്റ് വർക്കാവില്ല. അപ്പോൾ നമ്മൾ 6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റൊക്കെ ഒന്ന് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ അതിലൊരു 3 ഡോട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഏറ്റവും മേലെ അടുത്തത് 2 സൈഡിലും ഓരോ ഡോട്ട് മാർക്ക് ചെയ്യുക. ഈ ഡോട്ടൊക്കെ ഏകദേശം അറ്റത്തായിരിക്കണം വരുന്നത്, ഓവർ സെൻറ്ററിലാവരുത്. ഞാനിപ്പോൾ അവിടെ ഒരു ബാറ്ററി വെക്കാൻ പാകത്തിനെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ഒരു അളവെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി സെറ്റ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇപ്പോൾ ബാറ്ററി ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഒരു ഗിയർ മോട്ടർ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ 2 പേനേൻ്റെ ട്യൂബ് മുറിച്ചത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഷാഫ്റ്റിൽ കയറ്റി കൊടുക്കാനാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കാനാണ് ആ കമ്പി. അല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഒട്ടിച്ച് വെക്കുമ്പോൾ കുഴപ്പമില്ല, വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഊരിയൊക്കെ പെട്ടെന്ന് എടുക്കാൻ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ മറ്റേത് ഒട്ടിച്ചാൽ നമുക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ ഇതേപോലെ 2 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കയറ്റി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 2 കുടക്കമ്പീൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അത് നിങ്ങളുടെ അളവ് അനുസരിച്ച് മതി.
ഇത് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അതിൻ്റെ അറ്റത്തൊരു റബ്ബറിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ കറക്റ്റായി ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റിലായിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ രണ്ടറ്റത്ത് 2 കാർഡ്ബോർഡിൻ്റെ ആ കഷ്ണങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ കമ്പി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറേ കമ്പി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഹോൾസ് ഇട്ട ആ രീതിയിൽ വേണം. അപ്പോൾ 3 4 ഒരേപോലത്തെ ഹോൾസ് വേണം ഇടാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറരുത്, കറക്റ്റായിട്ട് വേണം. ഇതിൽ കൂടെ ഇങ്ങനെ കമ്പി കയറ്റി കൊടുക്കുക. അപ്പോൾ കമ്പി കറക്റ്റായി നിൽക്കണം. കമ്പി വളഞ്ഞ് നിന്നാൽ അത് കറക്റ്റായി ഓടുന്നതായിരിക്കില്ല. ഇതേപോലെ 2 കയറ്റി കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മുടെ മോട്ടറൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മളെ കമ്പിയൊക്കെ ആദ്യം ഒന്ന് ഇട്ട് വെക്കുക കറക്റ്റായിട്ട്. ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ബാറ്ററിയും വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കണക്ഷനാണിത്. അപ്പോൾ അതവിടെ ഒരു കണക്ഷനിൽ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഗ്ലൂ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു ചാർജിങ് പോർട്ടാണ്. അപ്പോൾ നമ്മളെ ചാർജ് തീർന്നു പോയാൽ ചാർജ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മൂലയ്ക്കായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കുക. ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും നമ്മുടെ ബാറ്ററിയും അടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ബാറ്ററിയും മോട്ടറും അതേപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മോട്ടറൊക്കെ കറക്റ്റായി ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇളകി പോകാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എല്ലാ സ്ഥലത്തും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചാർജിങ്ങിൻ്റെ പോർട്ടും എല്ലാം ഓരോ സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ മോട്ടർ ചുറ്റുന്നത് കാണാം, കറക്റ്റായി വർക്ക് ആവുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മളെടുത്ത് വെച്ചാൽ 4.5 സെൻറ്റിമീറ്ററിൻ്റെ ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് എടുക്കുക. എന്നിട്ട് അടുത്തതായിട്ട് നമ്മളതിലൊരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതായത് 2 ഹോൾസ് നമുക്കതിൽ ഇടണം. അപ്പോൾ അതിനെ 2 സെൻറ്റിമീറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇത് കറക്റ്റായി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ അളവ് വേണമെങ്കിൽ വേറെ എടുക്കാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇത് എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കണം ഈ അളവ് വരണ്ടേ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് മാറി അത് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ ഇതിലൊന്ന് ഹോൾസ് ഇടണം. അതിനായിട്ട് കുറച്ച് ഫ്ലെക്സ് ലുക്ക് ഒന്ന് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഹോൾസ് ഇടുമ്പോൾ തന്നെ. എന്നിട്ട് നമ്മുടെ കോമ്പസ് വെച്ചൊന്ന് കുത്തി കൊടുക്കുക. ഇപ്പോൾ കറക്റ്റായി പെട്ടെന്ന് തന്നെ ഹോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാത്തിലും ഒന്ന് ഹോൾസ് ഇട്ടെടുക്കുക. അപ്പോൾ എല്ലാത്തിലും ഹോൾസ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫിക്സ് ചെയ്യണം. അത് വെറുതെ ഒന്ന് കയറ്റിയിട്ടാൽ മതി എല്ലാ സൈഡിലും. അപ്പോൾ കയറ്റിയിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു റീഫിലിൻ്റെ ഒരു കഷ്ണം കൊടുക്കുക. അതായത് പേനയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കോൽമുട്ടേൻ്റെ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ പാകത്തിന് എടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാ ട്യൂബും കയറണമെന്നില്ല, കുറച്ച് വലിയ ട്യൂബ് നോക്കി എടുക്കുക. അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ച് കയറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനും കയറ്റി കൊടുക്കുക. അപ്പോൾ അത് ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് കാർഡ്ബോർഡുമായിട്ട്. ഇനി നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് കയറ്റി കൊടുക്കുക. ഏതെങ്കിലും ഒരു ഹോൾസ് ഇട്ട് ഇതിലേക്കായിട്ട് വെറുതെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാത്തിലും ഒന്ന് കയറ്റി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് എടുത്തിട്ട് അതിൽ നമുക്ക് ചെറിയൊരു
സ്റ്റിക്ക് കയറ്റി കൊടുക്കണം. സ്റ്റിക്കോ അല്ലെങ്കിൽ നിങ്ങൾ കുടക്കമ്പീൻ്റെ ആ കഷ്ണം എടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ കുടക്കമ്പീൻ്റെ കഷ്ണമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ആ സ്റ്റിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കിയപ്പോൾ പൊട്ടിപ്പോയി. സ്റ്റിക്ക് അതിൽ വെച്ച് ഓവർ പ്രഷർ കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാണ്. ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ എടുത്തു വെച്ച് 6 സ്റ്റിക്കിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കണം. അതായത് ഒരു ഹോൾസ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ കാർഡ്ബോർഡിലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ച കുടക്കമ്പീൻ്റെ കഷ്ണത്തിലേക്ക് കയറ്റി വെച്ചിട്ടൊന്ന് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എല്ലാ സൈഡും. ഇപ്പം കറങ്ങുന്നത് കാണാം, ഇതേപോലെ കറങ്ങണം. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ആയിരിക്കണം ഒട്ടിച്ചത്. എല്ലാ സൈഡെന്ന് വെച്ചാൽ 2 സൈഡ് എപ്പോഴും ഒരേപോലെ ആയിരിക്കണം ഒട്ടിച്ചത്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച നമ്മുടെ കാർഡ്ബോർഡിൻ്റെ കഷ്ണമൊക്കെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഇതേപോലെ കയറ്റി വെച്ചിട്ട് തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എടുത്തു വെച്ച പോലത്തെ ഒരു ചെറിയൊരു എന്തെങ്കിലും എടുത്ത് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ചെറിയ നമ്മളെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അത് പുറത്തേക്ക് വരാണ്ട് കറക്റ്റ് നിൽക്കുള്ളൂ. ഇപ്പോൾ 2 സൈഡിൽ നിന്ന് കയറ്റി കൊടുക്കുക. ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റോബോട്ട് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. സൈഡൊക്കെ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇതൊന്ന് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ നോക്കണം കാർഡ്ബോർഡിൻ്റെ ഷീറ്റും അതേപോലെ ഒട്ടിക്കരുത്. അപ്പോൾ ഒരു ചെറിയ കണ്ണൊക്കെ വരച്ചിട്ടുണ്ട്, മോട്ടറിലോട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സൈഡും ഞാൻ നേരത്തെ കാട്ടിയതുപോലെ തന്നെയാണ്. അപ്പോൾ ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ബാറ്ററി ചാർജ് ഇല്ല. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഏതൊരു വീഡിയോയിൽ കാണിച്ചിരുന്ന ഒരു എയർ ലോഡുന്നൊരു വണ്ടി. അപ്പോൾ ആ വണ്ടി ഉണ്ടാക്കിയപ്പോൾ മുതൽ ബാറ്ററി ഹീറ്റായി. ഇപ്പോൾ ബാറ്ററിയിൽ ചാർജൊന്നും അധികം നിൽക്കുന്നില്ല. ഒന്ന് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചാർജറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല സ്പീഡിൽ തന്നെ അത് പോകുന്നുണ്ട്. നല്ല രസത്തിൽ തന്നെ അത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഓണാക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ചാർജൊക്കെ ആയി. അപ്പോൾ ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഏത് വഴി കൂടെ വേണമെങ്കിൽ അത് പോയിക്കോളും. അങ്ങനെയൊന്നുമില്ല, ഓണാക്കി വിട്ടാൽ മതി, അതങ്ങനെ പോയിക്കോളും. ഇപ്പോൾ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാണ്ട് 2 ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.